ബാക്കി എന്തെങ്കിലും വേണമെങ്കിൽ അവൻ വന്നിട്ടാകാം. ഓക്കെ മനു. ഇതിപ്പോ എല്ലാം പെട്ടെന്നായതുകൊണ്ടാ, അല്ലേൽ പർച്ചേസിന് തന്നെയും കൂടെ കൂട്ടിയനെ. അത് കുഴപ്പമൊന്നുമില്ല. കല്യാണം കഴിയട്ടെ, കുറച്ചധിക ദിവസത്തെ ലീവ് എടുക്കണം. എന്നിട്ട് നമുക്കൊരു യാത്ര പോകണം. നമ്മുടെ മനസ്സും മോന്റെ മനസ്സും ഒക്കെ ഒന്ന് ജീവൻ വെക്കും. വെറുതെ ഇരിക്കുമ്പോ യാത്ര ചെയ്യാനുള്ള ലിസ്റ്റൊക്കെ തയ്യാറാക്കി വെച്ചോ. വിൽ ഡിസ്കസ് ഇറ്റ് ലേറ്റർ. അല്ല, സബ് കളക്ടർക്ക് ഇന്ന് ഔദ്യോഗിക പരിപാടിയൊന്നുമില്ലേ? ഉണ്ട്, കുറച്ച് കഴിഞ്ഞിട്ട് ഇറങ്ങണം. അത് അവിടെ തൽക്കാലം ഒരു ഗ്യാപ്പാണ്. ആദ്യം ജീവിതം ഒന്ന് സെറ്റാവട്ടെ, എന്നിട്ട് മതി ജോലി. എന്താ? ആയിക്കോട്ടെ. എന്നാ ഓക്കേടോ. ഞാനത് ഈ പർച്ചേസൊക്കെ ഒന്ന് കഴിഞ്ഞോട്ടെ, എന്നിട്ട് ഞാൻ തന്നെ വിളിച്ചോളാം. ശരി, ബൈ. പോലീസും ഉണ്ട്. എന്റെ അവകാശത്തിന് വേണ്ടിയേ എനിക്ക് അവിടൊക്കെ വേണമെങ്കിൽ പോവാം. നീ പൊയ്ക്കോ. ആരാ വേണ്ടെന്ന് പറഞ്ഞേ? കോടതി ഇപ്പൊ ഒരു കേസൊക്കെ നേരിടാനൊക്കെ എനിക്ക് ഒരു ബുദ്ധിമുട്ടും ഇല്ല. അച്ഛൻ, ഞാൻ സീരിയസ് ആയിട്ടാ പറയുന്നേ. അതെനിക്ക് മനസ്സിലായി. എനിക്കൊരു 50 ലക്ഷം രൂപ തന്നിട്ട് ബാക്കിയുള്ളത് എന്താന്ന് വെച്ചാ ചെയ്തോ. ബാക്കിയുള്ളത് അയാൾക്ക് കൊടുക്കാനാണോ? അയാൾക്കാണെങ്കിൽ വാങ്ങി തിന്നുന്നതിന് ഒരു നാണമില്ല. അല്ല, നീ ഇത് അയാള് നീ ആരെ ഉദ്ദേശിക്കുന്നേ? ആരെ നീ ഉദ്ദേശിക്കുന്നേ? ഇയാള് തന്നെ. അച്ഛന്റെ സമ്പത്ത് എന്നിലേക്ക് വരാതിരിക്കാനുള്ള ഏക കാരണം ഇയാൾ ഒരുത്തനും. പറഞ്ഞിട്ട് കാര്യമില്ല. കഞ്ഞിയും കറിയും വെച്ച് കാല് തിരുമയൊക്കെ അമ്മാവന്റെ പ്രിയ മോനായിട്ട് നിൽക്കുവല്ലേ. അതും ലാഭം നോക്കി തന്നെയാ. അവൻ ഇതിന് ലാഭം നോക്കിയ കാര്യമൊന്ന് നീ എന്നോട് പറയണ്ട. അവനിന്നെ എനിക്കേ ലാഭം ഉണ്ടായിട്ടുള്ളൂ. രാമകൃഷ്ണനെ ആകെ ഉണ്ടായിരുന്നത് 1-2 തുണ്ട് ഭൂമിയാ, പിന്നെ കുറെ തരിശായിട്ട് കിടക്കുന്ന പാടവും. അതില് പണിയെടുത്തതും പൊന്നു വിളിച്ചതൊക്കെ അതിന് വിലയുണ്ടാക്കി തന്നത് പോലും ഈ നിൽക്കുന്ന ഇവനാ. നീ ഇപ്പോ ഇതൊക്കെ കുടുംബ സ്വത്തൊക്കെയാണെന്ന് പറയുന്നുണ്ടാവും. പക്ഷേ അധ്വാനിച്ചു കൂട്ടിയവന് തന്നെയാ ഈ സ്വത്തിനൊക്കെ അവകാശം. ഈ സ്വത്തൊക്കെ ഉണ്ടല്ലോ ഇവന്റേതാ. നിനക്ക് ഒരു ചില്ലി കാശ് പോലും നിനക്കായിട്ട് ഞാൻ തരികയില്ല. അതെന്റെ ഉറച്ച തീരുമാനമാ. എങ്കി അച്ഛനൊന്ന് കുറിച്ചു വെച്ചോ. ഓ, ഇവിടെ പലതും, പ്രിയപ്പെട്ട പലതും ചിലപ്പോ നഷ്ടപ്പെട്ടെന്ന് വരും. അപ്പോഴേ വീണയുടെ വില നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങളൊക്കെ കരയിക്കേണ്ട മാർഗമൊക്കെ എനിക്കറിയാം. ഞാനത് ചെയ്യും. കല്യാണിക്കുട്ടി, മക്കളെ ട്യൂഷൻ കഴിഞ്ഞ് വരുവാണോ? എന്താ രണ്ടാളും ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നേ? ഓ, അങ്കിൾ പറയട്ടെ, ആദ്യക്കുട്ടന് സങ്കടമാണല്ലേ? അല്ലേ കല്യാണി മോളെ? ആദിക്കുട്ടന്റെ സങ്കടം എന്താന്ന് അങ്കിളിനറിയാം. ആദിക്കുട്ടന് നിത്യാമ്മയെ വിട്ടുപോകാൻ പറ്റില്ല, അതല്ലേ? അത് തന്നെ. അതിനാര് പറഞ്ഞു ആദിക്കുട്ടൻ നിത്യാമ്മയെ വിട്ടുപോകുന്നു?
എൻ്റെ ആദിക്കുട്ട, അങ്കിളാ മോനോട് പറയുന്നത്, മോൻ എന്നും നിത്യാമ്മയുടെ കൂടെ ഉണ്ടാവും. സത്യാണോ? ആന്നേ. മോനെ മോനെ നിത്യാമ്മയുടെ അടുത്തുനിന്ന് ആരെങ്കിലും പിടിച്ചുകൊണ്ടുപോകാൻ ശ്രമിച്ചാലുണ്ടല്ലോ, അങ്കിളിതേ ഫൈറ്റ് ചെയ്യില്ലേ? അതിനങ്ങൾ ചീത്തയല്ലേ? അടി. എന്നാരടാ പറഞ്ഞേ? എല്ലാരും. പക്ഷേ മോന്റെ നിത്യാമ്മയുടെ ഒന്ന് ചോദിച്ചു നോക്കിയേ, അങ്കിള് ചീത്തയാണോന്ന്. അങ്കിള് ചീത്തയാണെങ്കിലേ നിത്യാമ്മ അങ്കിളിനോട് സംസാരിക്കോ? അങ്കിളെ, ആദിക്കുട്ടനെ വിടരുത്. ആദിക്കുട്ടൻ പോയാലേ എനിക്ക് പിന്നെ ആരും കൂട്ടില്ല. ആ അതറിയാവുന്നുണ്ടല്ലേ അങ്കിള് പറയുന്നേ. നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് നടക്കുന്ന കാണാൻ എന്ത് രസമാ. അങ്കിള് നിങ്ങളുടെ അടുത്തൊന്നും വരുന്നില്ലെങ്കിലും അങ്കിളിന് നിങ്ങളെ രണ്ടുപേരെയും വലിയ ഇഷ്ടമാണ്. നിങ്ങൾ കളിക്കുന്നതും ചിരിക്കുന്നതും ഒക്കെ അങ്കിള് മറഞ്ഞു നിന്ന് കാണാറുണ്ട്. മോൻ നിത്യാമ്മയോട് പറഞ്ഞാൽ മതി, അങ്കിള് മോന് വാക്ക് തന്നു കേട്ടോ. അങ്കിള് വാക്ക് തെറ്റിക്കില്ലല്ലോ? ഇല്ല മോളെ, ആദിക്കുട്ടൻ എന്നും കല്യാണയുടെ അടുത്ത് തന്നെ ഉണ്ടാവും. നിത്യാമ്മയുടെ കയ്യും പിടിച്ച് നിങ്ങൾ രണ്ടുപേരും ഒന്നിച്ച് പോവുകയും ചെയ്യും.